ഹലോ ഗായ്സ്, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്നത് നമ്മൾ കുഞ്ഞു മക്കൾക്കൊക്കെ ഒരിക്കൽ പോലും മേടിക്കാത്തൊരു പ്രൊഡക്റ്റ് ആവില്ല സെർലാക്ക്. അപ്പോൾ ഞാനും അതേപോലെ അവൾക്ക് കൊടുത്തിരുന്നു കേട്ടോ. കുറച്ച് ഒരു 2 മാസത്തോളമൊക്കെ എന്തായാലും ഉപയോഗിച്ചിരുന്നു അവൾക്ക്. എന്നുവെച്ചാൽ അവൾ തീരെ ഫുഡ് കഴിക്കാത്ത ടൈമിലാണ് സെർലാക്ക് മേടിച്ചത്. പക്ഷേ ഈ അടുത്തിടെ ഒരു ന്യൂസ് വന്നിരുന്നു, സെർലാക്കിൽ ഉയർന്ന അളവിൽ പഞ്ചസാര ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അത് 1 ഇയറിന് താഴെയുള്ള കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ഷുഗർ ആഡ് ചെയ്യരുത് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇവരെന്തോ അമിത അളവിലാണ് പഞ്ചസാര ആഡ് ചെയ്തിരുന്നത്. അപ്പോൾ അത് ഉപയോഗിക്കുന്ന അമ്മമാരാണെന്നുണ്ടെങ്കിൽ കഴിയുന്നതും അതിൻ്റെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഞാനിപ്പോൾ ഏറെക്കുറെ നിർത്തിയിട്ടുണ്ട്. ഇത് കുഞ്ഞിന് ഭാവിയിൽ പല ഹെൽത്ത് ഇഷ്യൂസും ഉണ്ടാക്കും എന്നുള്ളതാണ് പറയണത്. അപ്പോൾ ഇത് ഉപയോഗിക്കണ അമ്മമാരാണെന്നുണ്ടെങ്കിൽ എത്രയും വേഗം അതിൻ്റെ ഉപയോഗം സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. എനിക്ക് വന്നിട്ടുള്ളൊരു തെറ്റാണ് ഞാൻ പറയാം. സെർലാക്ക് ഇഷ്ടപ്പെടാത്ത മക്കളായിട്ട് ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇത്രത്തോളം ഷുഗർ ചേർക്കുമ്പോൾ അവർക്ക് അതിനോടുള്ള താല്പര്യം കൂടി വരികയാണ്. വേറുള്ള ഫുഡൊന്നും അവർ കഴിക്കില്ല. മക്കളോട് കാണിക്കുന്ന ഒരു അനീതിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇത്രയും പോപ്പുലറായ ഒരു കമ്പനിയുടെ ഭാഗത്തു നിന്നാണ് ഇത്രയും വലിയൊരു ഇഷ്യൂ വന്നിട്ടുള്ളത്. എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിൽ വിൽക്കുന്ന സെർലാക്കിലാണ് ഈ ആരോപണം കണ്ടെത്തിയിട്ടുള്ളത്. മറ്റ് യൂറോപ്യൻ കൺട്രീസിലൊന്നും ഷുഗർ ആഡ് ചെയ്യണില്ല. അവർക്കെതിരെ എന്തെങ്കിലും ആക്ഷൻ എടുക്കും എന്നുള്ളത് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു, ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അമ്മമാരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് നിർത്തുക. നമ്മുടെ മക്കളാണ് നാളത്തെ നമ്മുടെ തലമുറ. അതുകൊണ്ട് തന്നെ അവരുടെ ആരോഗ്യം എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ഇട്ട് കാണാം. താങ്ക് യു.